സാരംഗാണ്. കാസർഗോഡ് നിന്നും അവിടെ റോഡുകളടക്കം ഇല്ലാതായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കടൽക്ഷോഭം രൂക്ഷമാണ്. സാരംഗ്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ജില്ലയിൽ ഇപ്പോൾ വലിയ രീതിയിൽ മഴ പെയ്യുന്നില്ല. അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് മാത്രം നേരിയ മഴയാണുള്ളത്. മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇവിടെയും നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോൾ റെഡ് അലേർട്ട് ഉണ്ടായിട്ട് പോലും കാസർഗോഡ് ജില്ലയിൽ അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കൗതുകം. നമ്മളിപ്പോൾ ഉള്ളത് കാവുകോടി കടപ്പുറത്താണ്. ഇവിടെ നമുക്ക് സ്ഥിതി കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ വർഷവും സ്ഥിതി അതീവ ഗുരുതരമായി മാറുന്ന ഒരു പ്രദേശമാണിത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന മേഖലയിൽ നിന്ന് ഏകദേശം 750 മീറ്റർ വരെയൊക്കെ നടന്നു പോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ ലൈവ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ തന്നെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ പോയ പാതയടക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി, കഴിഞ്ഞ രാത്രിയിലടക്കം നടന്ന ശക്തമായ മഴയുടെ ഭാഗമായി ഉണ്ടായ കടൽക്ഷോഭത്തിന്റെ ഭാഗമായി ഇപ്പോൾ റോഡടക്കം തകർന്നു പോയൊരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആളുകൾ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. നമുക്ക് ദൂരെ ഒരു കെട്ടിടം കാണാം. അവിടെയൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആളുകൾ വീട് ഉപേക്ഷിച്ച് പോയതാണ്. അതിന് തൊട്ടുപിറകിലുള്ള മേഖലകളിലുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ആളുകൾ കടന്നു പോകുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഒരു കേന്ദ്ര സ്ഥാപനമുണ്ട്, CPCRI. അങ്ങോട്ടേക്കുള്ള ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്കുള്ള പാതയടക്കം ഇപ്പോൾ പരിപൂർണമായി തകർന്നിരിക്കുന്നു. പ്രദേശത്തെ വൈദ്യുതി വിതരണത്തിലടക്കം വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കനത്ത കാറ്റും മഴയും ഒക്കെ തന്നെ അനുഭവപ്പെടുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകളടക്കം വീഴുന്നൊരു അവസ്ഥയുണ്ടാകുന്നു. കടൽ തീരത്തോട് ചേർന്നുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തെങ്ങുകളൊക്കെ തന്നെ പിഴുതു കടൽ തീരത്തേക്ക് വീഴുന്നൊരു അവസ്ഥ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇത് സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് ആളുകൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കി തുടങ്ങാറുള്ളത് ഇവിടെ ആ രീതിയിൽ തന്നെ ഇവിടെ തെങ്ങുകളും മറ്റു മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീഴുമ്പോഴാണ് ആളുകൾ ഇവിടെ നിന്ന് ബന്ധുവീടുകളിലേക്ക് മാറാറുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ ഈ ആളുകളുടെ പ്രയാസങ്ങളിൽ ഇടപെടാത്തത് എന്നുള്ളത് തന്നെയാണ്. കാരണം വർഷാവർഷങ്ങളായി വലിയ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു മേഖല തന്നെയാണ്. ഇനിയിപ്പോൾ റെഡ് അലേർട്ടാണ്. സംസ്ഥാനത്ത് മുഴുവൻ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു മേഖല പരിപൂർണമായി ഒറ്റപ്പെടുന്നു. ആളുകൾക്ക് ബന്ധുവീടുകളിലേക്ക് മാറുക എന്നത് അവർ സ്വയം എടുക്കുന്നൊരു തീരുമാനമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അധികൃതർ കൃത്യമായൊരു നിർദ്ദേശം നൽകാത്തതെന്നും ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി ഇടപെടാത്തതെന്നുള്ള പരാതികൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ്. മോത്തി, ശരി. കാസർഗോഡ് നിന്ന് സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. തീരദേശ റോഡ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഉപയോഗയോഗ്യമല്ലാത്ത വിധത്തിൽ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ റോഡേ ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയധികം രൂക്ഷമായൊരു കാലാവസ്ഥ അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവധി കൊടുത്തില്ല എന്നത് ഉയരുന്ന ഒരു ചോദ്യമാണ്. ആ കാര്യം കൂടി പങ്കുവയ്ക്കുകയുണ്ടായി സാരംഗ്. ഇന്ന് ശനിയാഴ്ചയാണ്. ചില സ്കൂളുകൾക്ക് മാത്രമാണെന്ന് പ്രവൃത്തി ദിനം. എങ്കിൽ കൂടിയും അവധി പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടില്ല എന്നത് ഒരു പിടിപ്പുകേടായി തന്നെ ഉയരുന്ന കാര്യമാണ്. ഇനി കോഴിക്കോടേക്കാണ് നമ്മൾ. വലിയ കാറ്റിലാണ് സാരംഗ് കുടയൊക്കെ പിടിച്ചു നിർത്താൻ കഷ്ടപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാരംഗ് സൂക്ഷിക്കൂ, അതിശക്തമായ കാറ്റടിക്കുന്നുണ്ട്. മാത്രമല്ല റോഡ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ റോഡ് തകർന്നിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നത് സുരക്ഷിതമാണോ എന്നുകൂടി ശ്രദ്ധിക്കണം. സാരംഗ് സുരക്ഷിതനായിരിക്കൂ. വലിയ കാറ്റാണ്, കുട പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? മോത്തി, അതുതന്നെയാണ്. അത്രത്തോളം വലിയ ശക്തമായ കാറ്റ് തന്നെയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പെട്ടെന്ന് പൊടുന്നനെ കാലാവസ്ഥ മാറുന്ന സാഹചര്യമാണ്. നമ്മളിവിടെ അല്പസമയം മുൻപ് എത്തുന്ന സമയം വരെ ഇവിടെ ഏകദേശം ശാന്തമായൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ വ്യത്യസ്തമായി മാറുന്നു. എന്നാൽ ഈ ഇന്നത്തെ ദിവസത്തിലടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അടക്കം കുട്ടികൾ പോകേണ്ട ഒരു സാഹചര്യമാണ് ജില്ലയ്ക്കകത്തുള്ളത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവതരമായ കാര്യം. എന്തുകൊണ്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സമീപ ജില്ലകളിലടക്കം റെഡ് അലേർട്ടായിട്ട് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇവിടെ അവധി എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള സംശയം തന്നെയാണുള്ളത്. ആളുകളെ സംബന്ധിച്ച് കാവുകോടി കടപ്പുറത്തേക്ക് അധികൃതർ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യം തന്നെയാണ് ഈ വരുന്ന മണിക്കൂറുകൾ ഉണ്ടാവുക എന്നതിൽ യാതൊരു സംശയവുമില്ല. മോത്തി, ശരി. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സാരംഗ് നിൽക്കുന്നിടത്ത് അതിശക്തമായ കാറ്റുണ്ട്. തീരദേശ മേഖലയിലാണ് നിൽക്കുന്നത്. റോഡ് പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളത് നമുക്ക് കാണാം. ശക്തമായ മഴ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ മഴ അല്പം തോർന്നു നിൽക്കുന്നൊരു കാലാവസ്ഥ. ശാന്തമാണെങ്കിലും ശക്തമായ തിരമാലകൾ വീശിയടിക്കുന്നതും കാണാം. കാറ്റുണ്ട്.